മക്കൾ ഇന്നിപ്പോൾ ചെടികൾ നട്ടാക്കണോടത്ത് വന്നാക്കിയാണ് പച്ചക്കറികൾ. അത് പുല്ല് പിടിച്ചിട്ടുണ്ടല്ലോ, കുറേ പുല്ലൊക്കെ പറിക്കുക. കുറേ പുല്ലുണ്ട് എന്താ എല്ലായിടത്തും ഉണ്ട്. അത് മുന്തിരിയുടെ വള്ളിയാണ്. അത് അതിലോട്ട് കയറണമില്ലല്ലോ. നമ്മൾ പടർത്താൻ വേണ്ടി ഒരു സാധനമൊക്കെ തയ്യാറാക്കി വെച്ചു. പക്ഷേ അതിലോട്ട് കയറണില്ല. അത് കൊടുക്കാം. ഈ മധുരക്കിഴങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ നിറയെ പുല്ല് പിടിച്ചിട്ടാ. അത് നോക്കി പറിക്കും. മധുരക്കിഴങ്ങ് കുറച്ചുള്ളല്ലേ ഏട്ടാ. മമ്മൂട്ടി കൊണ്ട് മധുരക്കിഴങ്ങളല്ലേ ഏട്ടാ. അതിൻ്റെ വള്ളി ഇടക്കിടക്ക് കുത്തിയാലേ കിഴങ്ങുണ്ടാവുള്ളൂ. അതല്ലെന്ന് അത് കുത്താനായിട്ട് മണ്ണ് ഇടം കൊടുക്കണം അതിന്. നമ്മൾ പുല്ല് അധികം കയറി നിൽക്കരുത്. എന്നുണ്ടായത് കണ്ട ഇവിടെ ഇവിടെ ഇതെങ്ങനെ കണ്ടുപിടിച്ചത്? അതിങ്ങനെ മോൾ ഭാഗമായി വെളുത്തിരിക്കണുണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ. പക്ഷെ ശ്രദ്ധിച്ചിരുന്നില്ല, പെട്ടെന്ന് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഇനി എവിടെയൊക്കെ ഉണ്ടെന്നറിയില്ല. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം കണ്ടു. പിന്നെ അതെ 2 3 അതെ 1 തന്നെ 2 3 ഇനി ഉണ്ടാവും നോക്കാം. അത് ഇനി വള്ളി പോണോടത്തൊക്കെ ഉണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പം ഈ വാഴയുടെ കടക്കിലോട്ട് ഞാൻ വെച്ച് കൊടുത്താണ്. ഇവിടെയൊക്കെ ഇനി ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പുല്ല് പറിച്ചോളാം. ഇതിൻ്റെ ഉള്ളിലും പുല്ല് പറഞ്ഞിട്ടുണ്ടല്ലോ. പുല്ല് ഭയങ്കര ദോഷം ഉണ്ടാക്കുന്നുണ്ട്. വേറൊരു വള്ളി എന്തെന്നാണ് കുറച്ച് ഇതിനടുത്ത് വേറെന്തോ വള്ളി കയറി പിടിച്ചിട്ടുണ്ടല്ലോ. പൊട്ടിച്ചോളാം. നല്ല ബലമുണ്ട്. ഓരോന്നോരം നോട്ടി എന്നിട്ട് പറിച്ചോളാം. അത് പറിച്ചോളാം. ബലം വേറെ ആരുണ്ടോ? ഇത് നോക്കിയാൽ ഈ വള്ളി എന്തെങ്കിലും നട്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പുറം കളകൾ ഇങ്ങനെ കയറി വരും. അതിൻ്റെ വളർച്ചനെ തടസ്സപ്പെടുത്തും. അപ്പം വേറെ എവിടെയെങ്കിലും ഉണ്ടോ കഴിഞ്ഞ് കണ്ടെത്തിയ നോക്കട്ടെ, പരിശോധിക്കട്ടെ. വേറെ ഒന്നും കാണുന്നില്ല. ഉണ്ടാവട്ടെ, ചിലപ്പോൾ അതിലടുത്തൊക്കെ കുത്തിയിട്ടുണ്ടാവും. എന്തായാലും ഉണ്ടായി. 3 എണ്ണം ഉണ്ടായല്ലേ. കഴിഞ്ഞ ദിവസം ഒരെണ്ണം പറിച്ച്. പക്ഷെ അത് കുറച്ചും കൂടി വലുതായനല്ലേ. മൂത്തറുണ്ടായില്ല. ഇത് മൂപ്പ് എങ്ങനെ അറിയും ഇതിൻ്റെ? എനിക്കറിയില്ല കേട്ടോ. അതല്ല, ഞാൻ നോക്കിയിട്ടേ ഇതിൻ്റെ ഈ ഭാഗത്തില്ലേ ഒരു പച്ച കളറുണ്ട്. അത് മാറി വെള്ളയാവുമെന്ന് തോന്നണം. കപ്പട കടക്കേ പേര് പൊങ്ങിയല്ല. കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അങ്ങനെ കട്ടക്കല്ല അങ്ങോട്ടേക്കാ. വീട് പൊളിച്ച വേസ്റ്റൊക്കെ ഇട്ട സ്ഥലമാണ്. വഴുതനങ്ങ ഉണ്ടല്ലേ. അടിയിൽ കിടക്കുന്നുണ്ട് വഴുതനങ്ങ വലുത്. അത് പറിക്കണ്ടേ? നമുക്കത് പറിക്കാം. മണ്ണ് ഇട്ടോ, ഇതൊക്കെ മണ്ണ് ഇട്ടോ. ചെയ്യുകയാണെങ്കിൽ കുറേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കയറി വന്നിട്ടുണ്ടല്ലോ അല്ലേ. മുകളിൽ എത്താറാകുമ്പോഴേക്കും നമുക്ക് മുകളിൽ റിങ്ങിട്ട് കൊടുക്കാം. താഴെ വേറൊരു ചെറിയ കുഞ്ഞനും കൂടി വന്നിട്ടാ അതിൻ്റെ ഉള്ളിൽ നിന്ന്. അല്ല, അതും കൂടി വലുതായി വരണുണ്ട്. അത് ഇങ്ങോട്ട് പൊങ്ങി വരുമ്പോഴേക്കും അതിനെയും കയറ്റി വിടാം അല്ലേ. ഈ വഴുതനങ്ങൾക്ക് മുട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ അടിയിൽ പുല്ലൊക്കെ ഉണ്ട്. ഇത് ഇവിടെ ഒരു സാധനം നിൽക്കണ്ടല്ലോ, മാങ്ങിഞ്ചിയുടെ പൂവാണുള്ളത്. മാങ്ങിഞ്ചി അല്ല, കസ്തൂരി മഞ്ഞൾ എന്നുള്ള കസ്തൂരി മഞ്ഞളും അല്ല ഇത്. മഞ്ഞക്കൂവ എന്ന് പറയണം. കസ്തൂരി മഞ്ഞളിൻ്റെ പോലെ ഇരിക്കും, പക്ഷെ മഞ്ഞക്കൂവ അതിൻ്റെ പൂവാണത്. പിന്നെ നമ്മളിവിടെ
നല്ല പണിയിലാണ് ഇന്നിവിടെ. ഞാനിവിടെ കുറച്ച് ചീര ഇവിടെ മുളച്ച് നിൽക്കണ്ടേ. അപ്പോൾ ഇവിടുത്തെ പുല്ലൊക്കെ കുറേയൊക്കെ കളഞ്ഞ്, ഇനി കുറച്ചും കൂടി കളയണം. നടാറായിട്ടില്ല, അധികം ചീര മുളച്ചിട്ടില്ല. ഒരു 5-10 മുളച്ചിട്ടുണ്ടാവും. അതിന് എത്ര എണ്ണം പൊന്തി കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ടാണ് ഇവിടെ നടാനായിട്ട്. ഇടയ്ക്ക് ചേട്ടൻ്റെ കോവക്ക എടുക്കുന്നുണ്ട്. കോവക്ക നമുക്കിപ്പോൾ എന്നും പറഞ്ഞ പോലെ കിട്ടുന്നുണ്ട്. എനിക്കതിന് കോവക്കയുടെ സീസണായിട്ടേന്ന് തോന്നുന്നത് അല്ലേ? കിട്ടണ സമയത്ത് അപ്പോൾ ഞങ്ങളിത് എടുത്തിട്ട് ഇനി ഏതായാലും ഉപ്പ് പുരട്ടി ഉണക്കാൻ വെക്കാമെന്ന് ഓർത്താണ്. ഒന്നുമില്ലാത്തപ്പോഴേക്ക് എടുക്കാമല്ലോ. ഇത് ഓർത്താണ്. എന്നുവെച്ചാൽ കോവക്ക ഇപ്പോൾ ഒരുവിധം മതിയായിട്ടുണ്ട് എല്ലാവർക്കും. പിന്നെ കുറച്ച് വിളവെടുപ്പുണ്ട്. തക്കാളി, വഴുതനങ്ങയൊക്കെ വിളവെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി പുല്ലൊക്കെ ഒന്ന് നിരപ്പാക്കി എടുക്കട്ടെ. ഒരു പുല്ലേ കാട് പോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ചീര നടാനായിട്ട് അന്നേരം വന്ന് വലിയ പണി എടുക്കേണ്ടി വരും. ഇത് പക്ഷേ പൂക്കപ്പയാണ് കേട്ടോ. അത് ഇവിടെ ഒരു കപ്പ ചെടിയുടെ ഇടയ്ക്ക് നിൽക്കണത് പൂക്കപ്പയാണിത്. പക്ഷെ പൂക്കപ്പയായാലും കുറേ അങ്ങോട്ട് പൊക്കം വെച്ച് കഴിഞ്ഞാൽ ഇത് കപ്പങ്ങ ഉണ്ടാവും. ഇതിൽ കോവക്ക ഇത്രയും കിട്ടി, എല്ലാ ദിവസവും അത്രയും കിട്ടിയില്ല, എന്നാൽ കുറച്ച് കിട്ടുള്ളൂ. തക്കാളി കുറച്ചോ പഴുത്തെടുക്കാനുള്ള. ഇതിൻ്റെ ബാക്കിൽ എന്തോ അയ്യോ കേടാ, അതെടുക്കണ്ട എടുക്കണ്ട, കേടായിരിക്കുള്ളൂ ചിലപ്പോൾ. എന്തോ ഒരു കേട് പോലെ ഒന്നാണ്, എന്തോ അസുഖമാണത്. എന്തായാലും അത് എടുക്കണ്ട. അതൊക്കെ പഴുത്താൽ എടുത്തോ. ചെറുതേ അതിലുണ്ട്, കുഞ്ഞു തക്കാളിയാണ് അതിലുണ്ടല്ലോ. മണിത്തക്കാളി വലിക്കാനുള്ള ചെറുതവിടെ ഉണ്ട്. നമുക്ക് മണ്ണിലിട്ട ഗ്രോ ബാഗായാണ് എത്ര ഇതായി പോണത് നമുക്ക് അല്ലേ? ചെറുതാണ്. ഇതേ അതിലുണ്ട് കേട്ടോ. ആ തക്കാളിയിലുണ്ട്. തക്കാളി ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ചെറുതാണ്. എന്തായി കിട്ടാനില്ല. അതിലിട്ടോ. ആ വഴുതനങ്ങ പറിച്ചു. വഴുതനങ്ങ നല്ല കത്രി എടുത്തോ. വഴുതനങ്ങ മൂത്താക്കി എടുത്തോ. അതിൽ ഇല്ലെന്ന് വരണോ? ആ വരണുണ്ട്. ഇത് വരണം എടുത്തോ. അതിൻ്റെ അടിയിലുണ്ടായെന്ന് പറഞ്ഞിട്ട് കണ്ടത് പുല്ല് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം എല്ലായിടത്തും. ആ പറിച്ചോ. ഇനിയുണ്ടോ? മറ്റേതിലും ഇല്ലല്ലോ. ഇല്ലല്ലോ, ഒരെണ്ണം കിട്ടിയ. കുറച്ച് പച്ചമുളക് കൂടി. വഴുതനങ്ങ നമ്മൾ എടുത്തില്ല, അത് അടുത്ത വീട്ടിൽ ആ ചേച്ചിക്ക് കൊടുത്തു. വഴുതനങ്ങ നമ്മുടെ നേരത്തെ പറിച്ച വീട്ടിൽ കുറച്ച് ഇരിപ്പുണ്ട്. പച്ചമുളക് പറിക്കണം. അങ്ങനെ പച്ചമുളക് മൂത്താക്കി എടുത്തോ, ആണെങ്കിൽ പോകണ്ട. അത് ബുള്ളറ്റാ, ബുള്ളറ്റ് മുളകാണ്. വല്ലാണ്ട് അങ്ങനെ ഉണ്ടാവണല്ലോ അല്ലേ? ഒരു മുരടിപ്പുണ്ട് എല്ലാത്തിനും. വെയിലിന് അങ്ങനെ തുറന്ന വെയിലല്ലല്ലോ, തണലുണ്ടല്ലോ. ഈ കോവലിൻ്റെ പന്തല കൊള്ളാനും തണലുണ്ട്. ഇതിലുണ്ടോ? അതിലുണ്ട്. ഈ ഇലക്കൊരു മുരടിപ്പുണ്ട്. അത് ചിലപ്പോൾ ഒരു അസുഖമായിരിക്കുള്ളൂ. എല്ലാം പറിച്ചോ. തീരെ കക്ക് പറിക്കണ്ട കേട്ടോ. തീരെ ചെറുത് വലുതാവട്ടെ. ഒരുവിധം മൂത്ത എടുത്തോ. വിളഞ്ഞതൊക്കെ ഇതിലുണ്ടോ? ഇതിലായി വന്നോളൂ കേട്ടോ. ഇതിൽ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത്. ഇതിലുണ്ടെന്ന് തോന്നട്ടെ. ഇതിലുണ്ട്. ആ ഇവിടുത്തെ 2 ഇതിലുണ്ട്. അതെടുത്തോ. ഇത് ഇനി ഇതിലുണ്ട് 5-6 ഇതിലുണ്ട്. ഇതെടുത്തു. മുളകൊക്കെ നന്നായിട്ടുണ്ടായതാണ്, പക്ഷേ ഇലക്കൊരു മുരടിപ്പ് വന്നു. അതാണ് ഇപ്പോൾ
വിളവ് കുറഞ്ഞേക്കണത്. നമ്മ പുഴ ചിത്തച്ചപ്പോൾ ഒരു ഇതുണ്ടായി കിട്ടിയതാണ്. കുറവുണ്ടാവണുള്ളൂ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുള്ളൂ, എപ്പോഴും ഒരേപോലെ കിട്ടില്ല. ഇപ്പം ഇന്ന് പച്ചമുളകും തക്കാളിയും കോവലും വഴുതനങ്ങ അപ്പുറത്തെ വീട്ടിൽ കൊടുത്ത്. ഇന്നത്തെ വീഡിയോ ഇത്ര അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.